നമസ്കാരം. ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ ബെഡിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന സ്ട്രെച്ചിങ് എക്സസൈസുകളാണ്. അപ്പം നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഈ എക്സസൈസുകൾ ചെയ്തുകൊണ്ട് നിങ്ങൾ എഴുന്നേൽക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇത് വളരെയേറെ പ്രയോജനം തരുന്ന എക്സസൈസുകളാണ്, സ്ട്രെച്ചിങ്ങുകളാണ്. ഓക്കെ, അപ്പം ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പം നമ്മൾ നോർമലി രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു. നമ്മളൊരു 5 മിനിറ്റോളം നമ്മൾ ഒന്ന് റിലാക്സ് ചെയ്യുക. ഓക്കെ, ഒന്ന് ഫ്രീ ആക്കുക, നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് ഫ്രീ ആക്കിയിട്ട് നമ്മളൊന്ന് കിടക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ 2 കാലുകൾ ഇതേപോലെ ഈ ഒരു ലെവലിലോട്ടൊന്ന് കൊണ്ടുവരിക. ഈ ഒരു പൊസിഷനിലോട്ട് കൊണ്ടുവന്നിട്ട് കൈകൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് താഴെ വെക്കാം. ഓക്കെ, ഇതിനൊക്കെ ബെഡിൽ വെക്കാം. വെച്ചതിന് ശേഷം ഇതേപോലെ സൈഡിലോട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഒരു 3 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക. ഈ ഒരു പൊസിഷനിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും നിങ്ങൾ പഴയ പൊസിഷനിലോട്ട് വന്ന് അടുത്ത സൈഡിലോട്ട് നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാം. 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. നിങ്ങളുടെ ഈ ലോവർ ബാക്കിനും അതേ കണക്ക് തന്നെ നിങ്ങളുടെ ഈ ഹിപ്പിനും ഒക്കെ വളരെ നല്ല ഒരു സ്ട്രെച്ചിങ് ആണിത്. നിങ്ങൾക്ക് ദിവസവും ചെയ്യാം ഈ എക്സസൈസുകൾ. ഓക്കെ, അപ്പം ഇതേ കണക്ക് ചെയ്യുക. ഈ രാവിലെ എഴുന്നേൽക്കുമ്പം നമ്മൾ മിക്കവർക്കൊക്കെ അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമാണ് നമുക്ക് ഈ ലോവർ ബാക്ക് പെയിൻ. അപ്പം അതിനെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനൊക്കെ സഹായിക്കുന്ന സ്ട്രെച്ചിങ്ങുകൾ കൂടിയാണിത്. അപ്പം ഇതേപോലെ നിങ്ങൾക്ക് ഒരു 10ഓ 15ഓ റെപ്പിറ്റേഷൻ ആവർത്തിക്കാവുന്നതാണ്. 3 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കണം. ഓക്കെ, ഈ ഒരു ഭാഗത്ത് നമുക്ക് നല്ല ഒരു സ്ട്രെച്ചിങ് ആയിരിക്കും കിട്ടുന്നത്. നമ്മുടെ ഗ്ലൂട്ട്സ്, അതിനൊക്കെ നമ്മുടെ ലോവർ ബാക്ക്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്ട്രെച്ചിങ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് നിങ്ങൾ അതേ പൊസിഷനിൽ തന്നെ കിടന്നതിന് ശേഷം നിങ്ങളെ ഒരു കാല് ഇതേപോലെ ഉയർത്തി ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. ഓക്കെ, ഈ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് വെക്കാം. അതിനുശേഷം ഇതേപോലെ കിടക്കും. നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നത് പോലും നമുക്ക് നല്ലൊരു സ്ട്രെച്ചിങ് ആണ് കിട്ടുന്നത്. ഓക്കെ, നമ്മുടെ ഹിപ്പ് ഭാഗം, നിങ്ങൾക്ക് ലോവർ ബാക്ക്, ഈ തുടഭാഗമൊക്കെ നല്ല രീതിയിൽ സ്ട്രെച്ചിങ് കിട്ടുന്ന ഒരു പൊസിഷനാണിത്. അപ്പം നമുക്കിതിനെ കുറച്ചും കൂടെ എഫക്റ്റീവ് ആക്കാം. ഇതേപോലെ കിടന്നതിന് ശേഷം നിങ്ങൾ സൈഡിലോട്ട് ഇതേപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. വീണ്ടും പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരിക. അടുത്ത സൈഡിലോട്ട് ഇതേപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. ഈ സയാറ്റിക്ക പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഇത് വളരെ ഗുണം ചെയ്യും. ഓക്കെ, സയാറ്റിക്ക എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ ഉള്ള പെയിൻ ഒക്കെ മാറ്റിയെടുക്കാനൊക്കെ വളരെയേറെ സഹായിക്കുന്ന ഒരു സ്ട്രെച്ചിങ് ആണിത്. ആർക്ക് വേണമെങ്കിലും ഇത് ഫോളോ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതേപോലെ സ്ട്രെച്ച്, വീണ്ടും പഴയ സ്ഥിതിയിലോട്ട് വരിക. അടുത്ത സൈഡിലോട്ട് നമുക്ക് ഇതേപോലെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നിങ്ങൾ ഒരു 5 തൊട്ട് ഒരു 10 റെപ്പിറ്റേഷൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ കാലിൻ്റെ പൊസിഷൻ മാറ്റുക. ഇതേപോലെ ഈ കാല് ഇങ്ങനെ വെക്കുക. അതിനുശേഷം ഇതേപോലെ തന്നെ സൈഡിലോട്ട് നിങ്ങൾക്ക് സ്ട്രെച്ച് ചെയ്യാം. നൈസ്, നല്ല ഒരു സ്ട്രെച്ചിങ് ആണ്, നല്ല റിലാക്സേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. വീണ്ടും അടുത്ത സൈഡിലോട്ട് ഇതേപോലെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ സ്ട്രെച്ചിങ് എന്ന് പറയുന്നത്. മൂന്നാമത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാലുകൾ ഈ ഒരു പൊസിഷനിൽ തന്നെ വെച്ചേക്കുക. ഓക്കെ, ഇതേപോലെ തന്നെ വെച്ചതിന് ശേഷം നിങ്ങൾ ഇതേപോലെ ഒന്ന് വൈഡ് ചെയ്യുക. മാക്സിമം സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ പെൽവിക് ഭാഗമൊക്കെ നല്ല രീതിയിൽ സ്ട്രെച്ച് ആവും. ഈ ഒരു ഭാഗം അതേ കണക്ക് തന്നെ നിങ്ങളുടെ ലോവർ ബാക്കിനൊക്കെ വളരെ നല്ല ഒരു സ്ട്രെച്ചിങ് ആണിത്. അപ്പം ഇതേ കണക്ക് കടന്നിട്ട് ഇതേപോലെ സ്ട്രെച്ച് ചെയ്യുക. ഒരു 3 സെക്കൻഡ് നിങ്ങൾക്ക് ഇതേപോലെ ഹോൾഡ് ചെയ്യാം. വീണ്ടും പഴയ പൊസിഷനിലോട്ട് വരിക. നൈസ്, ഇതേപോലെ സ്ട്രെച്ച് ചെയ്യാം. 2 3. ഓക്കെ, ഇത് നിങ്ങൾക്കൊരു 10 റെപ്പിറ്റേഷൻ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ 3 സ്ട്രെച്ചിങ്ങൾ, ഈ 3 സ്ട്രെച്ചിങ്ങൾ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പതുക്കെ നിങ്ങൾക്ക് ബെഡിൽ നിന്നും എഴുന്നേക്കാം. ഓക്കെ, എഴുന്നേറ്റ് നമുക്ക് ഈ ഒരു പൊസിഷനിലോട്ട് വരാം. ഇതേപോലെ ഞാൻ ഈ ഇരിക്കുന്ന ഈ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് വരാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൈകൾ മാക്സിമം ഫ്രണ്ടിലോട്ട് ഇതേപോലെ ഫ്രണ്ടിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. ഇതേപോലെ നിങ്ങൾക്ക് സ്ട്രെച്ച് ചെയ്ത് പിടിക്കാവുന്നതാണ്. നിങ്ങളുടെ ലോവർ ബാക്കും അപ്പർ ബാക്കും ഒക്കെ നല്ല രീതിയിൽ സ്ട്രെച്ച് ആവും. അതിനൊക്കെ നിങ്ങളുടെ ഹാംസ്ട്രിങ് മസിൽ, തുട മസിലൊക്കെ നല്ല
സ്ട്രെച്ചിങ് കിട്ടാൻ സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണിത്. അപ്പം ഇതേപോലെ നിങ്ങൾക്കൊരു 5 6 അല്ലെങ്കിൽ 10 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 3 തവണ ആവർത്തിക്കാവുന്നതാണ്. ഈ ഒരു സ്ട്രെച്ചിങ് നല്ല സൂപ്പർ ഒരു എക്സസൈസ് ആണ്. അപ്പം 4 സ്ട്രെച്ചിങ്ങിലാണ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബെഡിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന 4 സ്ട്രെച്ചിങ്ങിലാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.